നൈറ്റിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷമുള്ള അടിപൊളിയല്ലേ? ഇന്ന് നമുക്ക് തുടങ്ങി. ഞാൻ അതെന്ത് പരിപാടിയാ? ഞാനല്ലേ ഈ പരിപാടിയുടെ മെയിൻ ആങ്കർ. അപ്പൊ ഞാൻ വരാതെ പരിപാടി തുടങ്ങോ? ഞങ്ങളല്ലേ ഇവിടെ ആദ്യം വന്നത്. ആദ്യം വന്നെന്ന് വെച്ചിട്ട് വരാൻ വൈകിട്ട് ഇവിടെ കിടന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊരുമാതിരി ഒട്ടകത്തിന് പണ്ട് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. അത് മോശമായി. സുബിയുടെ മുഖത്ത് നോക്കി ഒട്ടകം എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ അങ്ങനെ കൂടുതൽ തമാശ ഒന്നും പറയണ്ട. ഇവിടെ ഒരു നിയമമുണ്ട്. നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറിൽ കോട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കഥ പറയണം. അതെ, കഥ പറയാൻ എന്താ പാടിക്കുന്നത്? ഓരോരുത്തരൊരു ഉപ്പാപ്പനും മാമ ഉണ്ടായിരുന്നു. അവർ ഡെയിലി പായസം വെക്കുമായിരുന്നു, തത്തമ്മക്ക് കൊടുക്കുമായിരുന്നു. അയ്യടാ, ഈ കഥയല്ല, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള നമ്മുടെ ഈ ഫ്ലോറിന് പറ്റിയൊരു കഥ പറ. അല്ല, ഒരു സ്റ്റാൻഡേർഡുള്ള കഥ എൻ്റെ അടുത്തുണ്ട്. അതിനിപ്പോ സിനിമക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി വെച്ചേക്കണാണ്. സിനിമ ചെയ്യാനുണ്ട്. ഇവിടെ ഡയറക്ടർ സാറൊക്കെ വന്നേക്കണ പറഞ്ഞു നോക്കല്ലേ? ഇത് വളരെ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു ഗ്രാമത്തിൽ ഷുക്കൂർ എന്നൊരു ഓട്ടക്കാരൻ ചെക്കനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് ജമീല എന്ന് പറഞ്ഞ വേറൊരു ഫാമിലി വരുവാണ് ഒരു കുട്ടിയായിട്ട്. ഈ ഷുക്കൂറും ജമീലയും തമ്മിൽ ഒന്നൂറ്റം പറഞ്ഞ് ഉടക്കാവും. ഇവർ ഈ വിഷയം തീർക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓട്ട മത്സരം വെക്കും. അങ്ങനെ ഷുക്കൂർ ജന്മന ഓട്ടക്കാരനായ ഷുക്കൂർ ഒറ്റ ഓട്ടത്തിന് ഒത്തിരി ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴല്ല പാവം ജമീല അവിടെ നിന്ന് ഇറങ്ങി വരണുള്ളൂ. അപ്പൊ ഷുക്കൂർ പറഞ്ഞു ഇത് വരാൻ ഒത്തിരി സമയം എടുക്കും. പുള്ളി അപ്പൊ ഒരു മനത്തണിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനിരുന്ന് അവിടെയാണ് കഥ ട്വിസ്റ്റ് വന്നത്. ഇരുന്ന ഈ ഷുക്കൂറിന്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പൊ ജമീൽ എന്ത് ചെയ്തു? ഇവിടുന്ന് പാസ് ചെയ്ത് നേരെ ചെന്ന് റോഫി മേടിച്ചങ്ങ് തിരിയുമ്പോണ്ടല്ല അവിടെ എഴുതി കാണിക്കും എ ഫിലിം ബൈ സാജു നവോദ ആൻഡ് ക്രൂ. ഈ ജമീല പഴയ ആമയായിരിക്കും അല്ലേ? അപ്പൊ ഷുക്കൂർ എന്താണെങ്കിലും മൊയില് തന്നെ. ആമയും മൊയിലും അടിപൊളിയായിരുന്നു ചേട്ടാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലേ അത്? പിന്നെ ഇത് വളരെ കുറെ വന്നിട്ടുള്ളതാണല്ലോ. പൊന്നു ചേട്ടാ, ഇങ്ങനത്തെ കഥയൊന്നും വേണ്ട. അപ്പൊ ചേട്ടൻ ഇമാതിരി കഥ കേൾക്കാനല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇന്ന് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻസ് മൂവാറ്റുപുഴയിലെ കുട്ടികളാണ്. ചുള്ളന്മാരും ചുള്ളക്കികളും സ്വാഗതം. ഓക്കെ, ഇത് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ചേട്ടന് ഏറ്റവും ഇഷ്ടം മമ്മൂക്കയാണ്. എന്റെ ദൈവം, മമ്മൂക്ക ചാവും ഞാൻ. ആണോ? എനിക്ക് അത്ര ഇഷ്ടം മമ്മൂക്കയാണ്. മമ്മൂക്ക ചാവ് പറഞ്ഞ ചാവൂല, കണ്ടാ ചാവും. അങ്ങനെയാണോ? അങ്ങനെയാണ് മമ്മൂക്കയല്ല വന്നത്. അപ്പൊ ഇഷ്ടമില്ലാത്ത ആരെയാ? ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാന് ലോകമെമ്പാടും ആരാധകരുള്ള ഷാറുഖ് ഖാനെയോ? പുള്ളിക്ക് ലോകമെമ്പാടും ഒരു ആരാധകർക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. പുള്ളി നമ്മുടെ നാട്ടിൽ വന്ന് എന്ത് പൊക്കൃത്തരം കാണിച്ചത്? എന്ത് കാണിച്ചത്? റിമി ടോമിന്റെ അടുത്ത് പൊക്കിയില്ലേ? ഓ, അപ്പൊ റിമി ടോമിയെ പൊക്കിയാലാണ് ചേട്ടന് വിഷമം? പൊക്കിയതല്ലല്ലോ എനിക്ക് ദേഷ്യം. പൊക്കിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയില്ല. ആ പൊക്കിയപ്പോ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നു. കേരളത്തിൽ രക്ഷപ്പെട്ടത്. നമുക്ക് നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യാം. സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്ക നയൻതാര ചിത്രം പുതിയ നിയമം. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ചിത്രത്തിലെ ഗംഭീര വേഷങ്ങൾ ചെയ്തിട്ടുള്ള 2 പേരാണ് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത്. ഷീലു എബ്രഹാം ആൻഡ് അനന്യ. ഇവിടെ അപ്പൊ പുതിയ നിയമത്തിന്റെ വിശേഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയ താരങ്ങൾ നമ്മളോടൊപ്പം ഇന്ന് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. പറയൂ, എന്താണ് പുതിയ നിയമത്തിന്റെ വിശേഷം? നമ്മുടെ IPS ഓഫീസറായിട്ട് കസറി ഒരു വേഷം ചെയ്തത് ഇപ്പൊ എല്ലാരും ആ ഒരു പേരിലാണ് വിളിക്കുന്നത് അല്ലേ? അത് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പുതിയ നിയമം? പുതിയ നിയമം വളരെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതിനെ വിജയിപ്പിച്ചത് നല്ലവരായ ജനങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ തന്നെയാണ് എൻ്റെ നന്ദി പറയാനുള്ളത്. ഇപ്പോഴും അത് നിറഞ്ഞ സദസ്സിൽ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. കാണാത്തവരൊക്കെ മിസ് ചെയ്യരുത്, കാണണം. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ? പിന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്നാ. ഞങ്ങളിപ്പോ ഒന്നിച്ച് പടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആടുപുലിയാട്ടം. ആണോ? എങ്ങനെ സഹിക്കണു? ഞാൻ പുലിയാട്ടൊന്നുമല്ല അഭിനയിക്കണത്. നീനു അഭിനയിച്ച പടങ്ങൾ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഒപ്പം 2 പടം ചെയ്തു, ലാലേട്ടന്റെ ഒപ്പം ചെയ്തു, ജയറാമേട്ടനൊപ്പം ചെയ്തു, സാജുവേട്ടന്റെ ഒപ്പം. അതാണ് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയാൻ പറ്റും. പറഞ്ഞു നോക്കട്ടെ, എന്റെ അടുത്ത പടത്തിന് കട്ടാണ്. ആര് കട്ട്? ഇല്ല, നല്ല സാജുചേട്ടൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അടിപൊളിയേട്ടത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് സാജുചേട്ടനെ കാണുന്നത്. സിനിമകളിലൂടെ കണ്ട് ഞാൻ ചിരിച്ചിട്ടുള്ളതല്ലാണ്ട് ആദ്യമായിട്ട് നേരിട്ട് കണ്ട് എനിക്ക് ചിരിക്കാനുള്ള ഒരു ഭാഗ്യം അടിപൊളിയാട്ടത്തിൽ ഉണ്ടായി. ആദ്യമായിട്ടാണ് എന്റെ മുഖത്ത് നോക്കി നേരിട്ട് ഒരാൾ ചിരിക്കണത്. ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്റെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട വല്ല കഥയാണോ? അല്ല, ഒരിക്കലല്ല, ഒരു ബന്ധമില്ല. പുതിയൊരു നിയമം നമ്മളിപ്പം കൊണ്ടുവരുന്നു നമ്മുടെ സമൂഹത്തിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ബൈബിളായിട്ട് ബന്ധമില്ല. ഒരു IPS ഓഫീസറായിട്ട് ജീവിക്കുകയായിരുന്നു. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ IPS ആവണമെന്നല്ലോ ഒക്കെ?
ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിങ്ങനെ IAS IPS ഒക്കെ കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട് അയ്യോ ഇവരെ പോലെയൊക്കെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി തീരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും തോന്നാറുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ പറ്റില്ലല്ലോ, നമ്മൾക്ക് ഓരോന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയിലൂടെ എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ ഞാൻ ചെയ്ത വേഷത്തെ സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ ത്രിൽഡാണ്. അപ്പം അതിൽ എനിക്ക് എൻ്റെ എല്ലാ നന്ദിയും പറയാനുള്ളത് ഡയറക്ടർ സർ AK സാജുനോടാണ്. അപ്പം മോളൂട്ടി അതല്ല ഞാൻ ഓർത്തേ നിങ്ങൾ മൂന്നുപേരും കൂടി ഇന്ന് തകർത്തൊന്ന് വർത്താനം പറഞ്ഞിരിക്കണ കൊച്ചൊന്നും മിണ്ടല്ല. മോള് പറ, എന്റെ ആന്റണി ചേട്ടന്റെ മോളാണ്, പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അഭിനയിക്കാൻ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് ഒരു ഫാമിലി ആയിട്ട് വന്ന് പോയി കാണുന്ന ഒരു സിനിമയാണ്. ഓഹോ, ഇത് ശരിക്കും പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതന്നെ, നമ്മുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി ചേട്ടന്റെ മകളാണല്ലോ, നമ്മൾ വേറെ ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് പടത്തിൽ തന്നെ മമ്മൂക്കയുടെയും നയൻതാരയുടെയും മകളായിട്ട് അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു ഒരു ഫീല്? ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതും ഫസ്റ്റ് ഫിലിമിൽ തന്നെ മമ്മൂട്ടി അങ്കിളുടെയും നയൻതാര ചേച്ചിയുടെയും മോളായിട്ട് അഭിനയിക്കാൻ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര രസമാണ്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ കനലിനകത്ത് ഇപ്പം മമ്മൂക്കയുടെ ലാലേട്ടന്റെ ചിത്രമാണ്, പക്ഷെ അനൂപ് മേനോന്റെ ഫെയർ ആയിട്ടാണ് ചെയ്തത്. ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ചായ കൊടുക്കുന്ന സീൻ അല്ലേ? ലാലേട്ടൻ വീട്ടിൽ വരുമ്പോ ചായ കൊടുക്കുന്നില്ല, ട്രെയിനിൽ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു സീനും ഉണ്ട് അല്ലേ? നിങ്ങൾ കുറച്ചു നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, ഈ ഒരു അല്പം റെസ്റ്റ് എടുക്ക്. മോളും വന്നേ, ബാ. മോള് നല്ല ഉഗ്രനായിട്ട് പാട്ട് പാടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു നല്ലൊരു അടിപൊളി പാട്ട് നമുക്ക് ഈ വന്നിരിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും വേണ്ടി പാടിയാലോ? നമുക്ക് ഇംഗ്ലീഷ് പാട്ടാണോ മലയാളം പാട്ടാണോ ഇഷ്ടം? ഇംഗ്ലീഷ്. ഞങ്ങൾ അറിയുന്നു പഠിക്കും. This is the ice cold Michelle Pfeiffer white gold. This one for the good girls and masterpieces, styling, wildin', live it up in the city. Got chunks on the single one, got kisses so pretty. Too hot, hot damn it. Got the police, got a fire me. Too hot damn it. Make a dragon or retiree. Too hot damn it. Say my name, know who I am. Too hot damn it. The band blacks and bring it down. Girls say to hallelujah. Woo! Girls say to hallelujah. Woo! Girls say to hallelujah. Woo! 'Cause Uptown Funk don't give it to ya. 'Cause Uptown Funk don't give it to ya. So funk don't give it to ya. And now we in the spot. Don't believe me, just watch. Come on. അടിപൊളി. ഇനി ഇതിന്റെ അർത്ഥം ചേട്ടൻ പറയുന്നതായിരിക്കും. എന്ത്? ഈ പാട്ടിന്റെ അർത്ഥം ചേട്ടൻ പറയുന്നതായിരിക്കും. പറയാതിരിക്കും, എനിക്ക് പറയാനുള്ള പറയാനുണ്ട്. അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി പറയട്ടോ. ശരിക്കൊരു പ്രയർ സോങ് ആണ്. To hallelujah. ഹല്ലേലൂയ ആ വരി തന്നെ പ്രയർ സോങ് ആണ്. പിന്നെ അത് മാത്രമല്ല കുറച്ച് ആൾക്കാരുടെ പേര് ഇതിൽ വന്നിട്ടുണ്ട്, അവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വംഭരം വന്നായിരുന്നു, പിന്നെ ഒരു ക്ലീറ്റസ് വന്നായിരുന്നു, പിന്നെ ഒരു സുഹാസ് വന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് എവിടെയോ ടിനി ടോമിനെ ഒന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അതെ, ഈ പേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഷീലു ചേച്ചി ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു, മീര എന്നല്ലേ പേര്? ഞാൻ പറഞ്ഞു ഇത്ര നേരം ഈ കഥയെല്ലാം പറഞ്ഞിട്ട് എന്റെ പേര് അശ്വതി എന്നാണ്, പക്ഷെ മുഖം കണ്ട മീരാന്നേ പറയുള്ളൂ എന്ന്. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരാളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലൊരു പേര് വരും, പിന്നെ അതാണ് ആളുടെ പേര്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മുഖത്തോട്ട് നോക്കിയിട്ട് നല്ല പേര് പറഞ്ഞു, സാജു നവോദയ. അതങ്ങോട്ട് ചേരണില്ല, ഒന്ന് മാറ്റിട്ട് ഒരു നല്ല പേര്. പാഷാണം ഷാജി, ഒരു പ്രഭാകരൻ എന്നൊക്കെ വിളിക്കാം. ഒരു കയറ് കിട്ടുമോ? ആരെങ്കിലും ഒരു കയറ് തരാമോ? ഷോള് തന്നാലും മതി, ചുരിദാറിന്റെ ഷോള് തന്നാലും മതി. ഒരു മിനിറ്റ്, ഒന്നോടെ പറഞ്ഞ പേര് പ്രഭാകരൻ. ഒന്നോടാ ഒറ്റടിക്ക് പറ, ഒന്നോടാ പറ. പ്രഭാകരൻ. ഈ പ്രഭാകരൻ എന്ന് പറയുമ്പോ ഒരു കാറ്റിങ്ങോട് വന്നിട്ടുണ്ട്. കോട്ടയം ഭാഗത്ത് എവിടെയെങ്കിലും ആണ് വീട്? അതെ, പാല. രണ്ട് പ്രഭാകരന്മാരാ. ഭാഗരക്തല്ലേ? പ്രഭാകരന്റെ എന്നാലും കുഴപ്പമില്ല, പ്രഭാകരൻ വിളിച്ചില്ല, പ്രഭാകരൻ. ചേച്ചി കൊണ്ട് പേര് മോള് ആ മുഖത്ത് നോക്കിട്ട് പേര് വിളിക്കാൻ എന്തെങ്കിലും ഒരു പേര് ഇവരാരും അങ്ങനെ ധൈര്യപ്പെട്ടിട്ടില്ല. ബായുള്ള പേര് പറയരുത്. ഭാനുമതി പറ. അല്ല, ഒരു മാല എന്ന് വിളിക്കാൻ തോന്നുന്നു. പേര് മല. കൊള്ളാം കേട്ടോ. അപ്പൊ ഈ മോളുടെ മുഖത്ത് നോക്കിയാലോ? അതിനാ ഉള്ള പേര് തന്നെ നല്ല അനന്യ. ഭാഗ്യം രക്ഷപ്പെട്ടു. എവിടെയെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റിയ മാലയായിരുന്നു, ഇട്ടോട്ട് നടക്കാൻ പറ്റിയ മാല. അപ്പൊ എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ അറിഞ്ഞല്ലോ, അപ്പൊ ഭയങ്കര സന്തോഷത്തിലല്ലേ? ഇനി ആ സന്തോഷത്തിന്റെ മാറ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഞങ്ങൾ നിങ്ങൾ കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ പോവാ. അപ്പൊ അതുവരെ കുറച്ച് സമയം അവിടെ പോയി സേഫ് സോണിലേക്ക് മാറിയിരുന്നു. അതെ, പോലീസ്
എടി തുടങ്ങണ്ടേ, ഉറങ്ങുവാന്നോ? എന്തിനങ്ങോട്ട്? മാന്യ പ്രേക്ഷകർക്ക് കളിയല്ല ഇത് ജീവിതം പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് തകൃത ടിവിയും കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിലുള്ള മര്യാദയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങളെ, ഒരു പ്രശ്നവും ഇല്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് താമസിക്കുന്ന കുടുംബങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി അവരുടെ കാര്യമെല്ലാം നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പി നശിപ്പിച്ച് നാറിച്ച് നാമാവിശേഷമാക്കി രണ്ടും രണ്ട് പാത്രമാക്കി തിരിച്ചു പറഞ്ഞു വിടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ പരിപാടി. ഇതിൻ്റെ ജഡ്ജിങ് പാനലിൽ നമ്മുടെ നിയമോപദേശത്തിന് ഇരിക്കുന്നത് ഒരുപാട് വലിയൊരു ജഡ്ജിയാണ്. ഒരുപാട് കലോത്സവ വേദികളിൽ കുച്ചിപ്പിടിക്കും, മോണോ ആക്ടിനും ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനുമൊക്കെ ജഡ്ജിയായിട്ടിരുന്നിട്ടുള്ള പ്രശസ്തനായ ജഡ്ജി ബാലസുബ്രഹ്മണ്യ അയ്യരാണ് നമ്മുടെ ജഡ്ജിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. അപ്പൊ സാറേ, ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വനജ സുധാകരൻ. അപ്പൊ നമുക്കിന്ന് സുധാകരന്റെയും വനജയുടെയും കുടുംബമാണ് തകർക്കാനുള്ളത്, നാമാവിശേഷമാക്കാനുള്ളത്. അതെ. അപ്പൊ നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, GB വനജയെ വിളിക്കാം. വനജ വരൂ. പറയേച്ചി, കാര്യം പറ. എന്താ ചേച്ചി വിളിച്ചത്? വിളമ്പി വെച്ചേക്കുന്നത് ഓടി അവിടുന്ന്. എവിടെ? മടിയിലോട്ടം കയറിയിരിക്കങ്ങ്. നിന്റെ അടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്തുവാ? വിളിക്കുമ്പോ ഓടി ഇങ്ങോട്ട് കയറി വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പിന്നെ വിളിക്കുമ്പം ഒരു മ്യൂസിക് ഒക്കെ വീഴും. മ്യൂസിക് വീഴുമ്പം കരഞ്ഞു കൂവി കാറിക്കൊണ്ട് ഇങ്ങോട്ട് കയറി വരാവുള്ളൂ കേട്ടോ. പോയി നല്ലോണം കയറി പാടി പോ. ശരി. അല്ലല്ലേ, ഇത് ഞാൻ അറിയുന്നു. ആദ്യം സ്ലോ മോഷനിൽ കരഞ്ഞു കൂവി കാറിയൊക്കെ വരണം. സ്ലോ മോഷൻ കേട്ടോ. ഞാൻ അതങ്ങ് മറന്നു പോയതാ. ഒന്നുകൂടെ വിളിച്ചു. റെഡി, മ്യൂസിക്. അയ്യോ, അയ്യോ, എനിക്ക് വയ്യായ. അയ്യോ, നിന്റെ ആരെങ്കിലും ചത്തോ? ഇല്ല. പിന്നെ എന്നെ കൊല്ലും. മിണ്ടായിരുന്ന ഒരു കാര്യം പറയാം. കരഞ്ഞ നിലയം വിളിച്ച് വരാൻ പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ വന്യജീവി. വന്യജീവിയെ വിളിച്ചാൽ എന്താ ഫോറസ്റ്റോ? അതല്ല, വനജജീവി. വനജജീവി. അപ്പൊ വനജ സുധാകരനും ഈ വനജ സുധാകരനും ഭർത്താവാണല്ലോ സുധാകരൻ. എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? കാര്യം പറയും. സുധാകരൻ ചേട്ടൻ വെച്ച് വലിയൊരു നാടകം നടനായിരുന്നു. അയ്യോ, ഡ്രാമാറ്റിസ്റ്റ് ആണോ? അതാണോ പുള്ളിക്കാരൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? അതല്ലെന്ന്. പിന്നെ നാടകത്തിൽ ഒരുപാട്, അതായത് ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു നാടകം നടന്നു. രോഗമെന്ന് പറഞ്ഞ ലോകം നിന്റെ ഉഞ്ഞമ്മയ്ക്ക് ഒരേ ഇവിടുന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന നാടകം നടന്നു. ലോക പ്രശസ്തനായ നാടകക്കാരനാണല്ലേ? പറഞ്ഞോ. നാടകക്കാരനായിരുന്നു. ഈ നാടകക്കാരന്റെ കൂടെ പാവം എന്റെ വേണുചേട്ടൻ ലൈറ്റ് അടിക്കാൻ വന്നു. ലൈറ്റ് അടിക്കുന്ന വേണുചേട്ടൻ വന്നു. ഈ വേണുചേട്ടന്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോയെന്നും പറഞ്ഞോണ്ട് എന്റെ ചേച്ചി എന്താ കഷ്ടമായതല്ലേ. ഈ കേരള സംസ്ഥാനത്ത് മൊത്തം കുടുംബങ്ങളിൽ വരുന്ന ഒരു പ്രശ്നമായി ഈ സംശയം എന്ന് പറയുന്നത്. വേണുവിന്റെ കൂടെ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞ സംശയിച്ചേക്കുക. അതും ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നാക്ക് പുഴുക്കും കേട്ടോ. ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യമായി പറയുന്നത്. ഇല്ലാത്ത കാര്യം നിങ്ങൾ ഒട്ടാക്കി പറയുന്നത് എന്തിന്? അപ്പൊ സിനിമയ്ക്ക് പോയോ? പിന്നെ സിനിമയ്ക്ക് പോയിട്ടല്ലയോ പറയുന്നത്. വേണുചേട്ടൻ പാവം ലൈറ്റ് അടിക്കുന്ന മനുഷ്യൻ കിട്ടുന്ന 150 രൂപ ശമ്പളം കൊണ്ടുവരും. എന്നെ എല്ലാ സിനിമയ്ക്കും കൊണ്ടുവന്ന പാവപ്പെട്ട മനുഷ്യനെ കുറിച്ചാ എന്റെ സുധാകരൻ എന്ന് പറയുന്ന ഈ ഭർത്താവ് എന്നെ ഇടിച്ചിടിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ സുധാകരനും വനജയായിട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞ ലവ് മാരേജ് അല്ലായിരുന്നോ? അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടതും എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം തുടർന്നതും? എന്റെ വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവമുണ്ട്. അങ്ങനെ ഉത്സവത്തിന് സാധാരണ മിമിസ് പരേഡും ഗാനമേളയും നാടൻ പാട്ടൊക്കെ വെച്ചോണ്ടിരുന്നത്. എവിടെ പോയി തേര് കളിക്കാൻ കിടക്കുകയാണ്. ഇങ്ങോട്ട് മൂന്നേരി കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കേട്ടോ. നിങ്ങൾക്ക് കളിയായത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഗാനമേളയൊക്കെ ബുക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ കഷ്ടകാലത്തിന് ദൈവമേ എന്റെ തലയെ വെള്ളടി വീഴാനായിട്ട് ആ വർഷം ഒരു നാടകം കൊണ്ട് ബുക്ക് ചെയ്തു. എന്നാ പിന്നെ നാടകം കാണാനും നേരിച്ച് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നോക്കി ഇരിക്കുക. ഇപ്പൊ ഇല്ല, ചുമന്ന തുണി പൊങ്ങുന്നില്ല. അവസാനം ഹിറോന്നൊരു ബെല്ല് കേട്ട് തുണി വലിച്ചു പൊക്കി നോക്കിയപ്പോ കാണാം സൂര്യ തേജസ്സോടെ ആളിങ്ങനെ നിൽക്കുന്നു. നേരം വെളുത്താണോ? പകലായിരുന്നോ നാടകം? ഇതല്ലെന്ന്. അയ്യോ, നല്ല ആപ്പിള് പോലത്തെ കവളൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു സൂര്യ തേജസ്സോടെ. പിന്നെ ഇങ്ങാരി
എണീറ്റ് വാ. ആ, പറ. ആ. പിന്നെ ഇങ്ങാര് പറയുന്ന ഡയലോഗ് സംസാരമൊക്കെ എന്റെ മൂത്ത് നോക്കിയിട്ടാ. എന്നിട്ട് പറ. ഞാൻ നോക്കി ഇങ്ങനെ ഓരോ ഡയലോഗ് പറയും. അവസാനം കൈ വെച്ചതിനടുത്ത് എന്റെ മൂത്ത് നോക്കിയിട്ട് മുദ്ര കാണിക്കും. അത് നാടകത്തിലെ മുദ്ര. അത് നാടകത്തിൽ പഴയ നാടകത്തിലൊക്കെ മുദ്രകൾ കാണിച്ച ഡയലോഗ് പറഞ്ഞു. അല്ലെന്ന് പിന്നെ ഫോൺ നമ്പർ ഇങ്ങനെ കൈവച്ച് എഴുതി കാണിച്ചതാ കക്ഷിയുടെ. എന്റെ പൊന്നു സാറേ, എട്ടും പൊട്ടം തിരിയാതെ എനിക്കിതങ്ങാണോ അറിയാവോ? അപ്പോഴേ ഞാൻ എന്റെ മൊബൈൽ എടുത്ത് അതങ്ങ് ഫീഡ് ചെയ്ത്. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണ്. അന്തരീക്ഷത്തിൽ എഴുതിയ മൊബൈൽ നമ്പർ ഫീഡ് ചെയ്യണമെങ്കിൽ ഒട്ടും പൊട്ടും തിരിയത്തില്ലായിരിക്കും. ഇച്ചിരി കടുപ്പുവാ. നമ്പർ ഫീഡ് ചെയ്ത് നാടകമൊക്കെ തീർന്നിട്ട് എന്തായാലും സൂര്യതേജസ്സിനെ ഒന്ന് കാണണമല്ലോ. കാണണം. ഞാൻ അങ്ങനെ കറങ്ങി ഇല്ലേ, നാടകക്കാർ മുഖം കഴുകുന്നിടത്ത് ചെന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുക. ഈ സാധനത്തിനെ കാണുന്നില്ല. അയ്യോ, പുള്ളി സെക്കൻഡ് ഉണ്ട്. പുള്ളി പോയ അവിടുന്ന്. പുള്ളി പോയില്ലെന്ന്. ഞാൻ വിചാരിച്ചു എന്തോ ചെയ്യാം, ഞാൻ നേരത്തെ എഴുതി തന്ന് നമ്പർ ഉണ്ടല്ലോ. വിളിച്ചു നോക്കിയാൽ മതിയല്ലോ, കാണാൻ പറ്റും. ഞാനൊന്ന് വിളിച്ചപ്പം പൊന്നു സാറേ, തൊട്ടടുത്ത് മോന്ത എല്ലാം കഴിയും സോപ്പും വെള്ളമായിട്ട് ചേന ചത്തിയ മോന്തയോട്ട് ഒരുത്തും ഫോൺ എടുക്കുന്നു. അതാരത്? ഈ കക്ഷി തന്നെ. അപ്പൊ മറ്റേ സൂര്യതേജസോ? അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിക്കളഞ്ഞപ്പോൾ തേജസ് എല്ലാം പോയി ചേന ചത്തിയ മുഖോട്ട് നിൽക്കാൻ നിങ്ങൾ ഇങ്ങനെ ചേന ചെത്തിയ പോകും. അങ്ങനെ നമ്പർ നിങ്ങൾ പരസ്പരം കൈമാറി. അത് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. രാത്രി ഒരു 1:30 ആകുമ്പോ 1:30 വിളിക്കുമായിരുന്നു. പകൽ ഉറക്കവാ, വവ്വാലിന്റെ ടൈപ്പാ. പകൽ ഇങ്ങനെ നാടൻ കഴിഞ്ഞ് ഇങ്ങനെ തലയും കുത്തി കിടന്ന് ഉറങ്ങും. രാത്രി 1:30 നാടൻ കഴിഞ്ഞിട്ട് വിളിക്കുമല്ലേ. രാത്രി എന്ത് പറയുന്നേ? സാധാരണ വിളിച്ചിട്ട് എന്താ സംസാരിക്കാറുള്ളത്? അത് പറ. സുഖാണോ? എന്തോ കഴിച്ചു? എന്തോ കഴിച്ചെന്നോ? വേറൊന്നും സംസാരിക്കത്തില്ലയോ? വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും. അല്ല, വേറെ ഒന്നും സംസാരിക്കത്തില്ല. എന്തോ ഇട്ടേക്കുന്ന ഡ്രസ് അതാണ്. പറ. വേറെന്തൊക്കെയാ സംസാരിക്കുന്നത്? എന്തോ ഇട്ടേക്കുന്ന ഡ്രസ് അത് ചോദിച്ചു. പിന്നെ വേറെന്തോ? വേറൊന്നും സംസാരിച്ചിട്ടില്ലയോ? ഇതുവരെ സംസാരിച്ചിട്ടില്ലയോ? ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഈ ഫോൺ ഓഫ് ചെയ്തങ്ങ് വെച്ചു. പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. അല്ലാതെ വേറൊന്നും സംസാരിച്ചില്ല? ഒന്നും സംസാരിച്ചില്ല. വേറെ ഒരു വാക്യം സംസാരിച്ചില്ല? ഇല്ലെന്ന്. ഒരു അക്ഷരവും സംസാരിച്ചിട്ടില്ല? എന്റെ മോള് സത്യമായിട്ടില്ലേ? കള്ളി എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവള് ഭയങ്കര പതിപണത. എടീ, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണ് പൊട്ടി. കണ്ണു പൊട്ടും. അയ്യോ, ഇതെന്തൊരു സ്വഭാവമാണ് ഇത്? സാറേ, ഉള്ള കാര്യമൊന്നും പറയത്തില്ല. യഥാർത്ഥത്തിലുള്ള ഇവരുടെ പ്രശ്നം എന്തോന്നറിയാവോ? വേണു എന്ന് പറഞ്ഞ ലൈറ്റ് വർക്കറുമായിട്ട് ഇവള് സിനിമയ്ക്ക് പോയി എന്നുള്ളതാണ് വിഷയം. ഭർത്താവ് അറിയാ സിനിമയ്ക്ക് പോയി എന്നുള്ള വിഷയം. അതാണ് ഇവിടെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഇടപെട്ട് ഇതിനകത്തൊരു പരിഹാരം കാണാൻ പറ്റും? ഇതിനകത്തൊരു പരിഹാരം എന്ന് പറയുന്നത്, ഇത് സിനിമയാണ് ഇവരുടെ കുടുംബജീവിതത്തെ തകർക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബിവറേജസ് കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട്, കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനകത്ത് ഇടപെട്ടുകൊണ്ട് നിയമ ഉപദേശം, എനിക്ക് പറയാനുള്ള ഒരു നിയമ ഉപദേശം, സിനിമാ വ്യവസായം ഇല്ലാതാക്കുക. സിനിമാ വ്യവസായം നിലനിൽക്കുന്നുകൊണ്ടാണ് സിനിമകൾ റിലീസാവുന്നത്. സിനിമകൾ റിലീസാകുന്നതുകൊണ്ടാണ് ഇവർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അപ്പൊ സിനിമ ഇവർ ചെല്ലുമ്പോൾ സിനിമ റിലീസില്ല. അപ്പൊ ഇവര് ചമ്മി വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെ 2-3 പ്രാവശ്യം ആകുമ്പോൾ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ നമ്മള് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് സിനിമ റിലീസ് ആവാതിരിക്കാനുള്ള ഒരു പരിപാടി നമുക്ക് നോക്കാവുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇവര് തമ്മിലുള്ള പ്രശ്നം ഇവരുടെ ഒരു ഭാഗം മാത്രം കേട്ടാ പോരല്ലോ, രണ്ടും കേൾക്കണം. ഒരു കൂട്ടർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്കൂട്ടറേ ഉള്ളൂ. അങ്ങനെ കല്ലാലും ഒറ്റ സ്കൂട്ടറേ ഉള്ളൂ. അതല്ല, സ്കൂട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത്. നീ ഈ വനജ മാത്രം പറഞ്ഞെന്ന് കേട്ടിട്ട് കാര്യമില്ലല്ലോ. ഭർത്താവായ സുധാകരൻ പറയുന്നത് കേൾക്കണമല്ലോ. എനിക്കങ്ങനെ കാണണ്ട. എനിക്കങ്ങനെ കാണണ്ട. എനിക്ക് വനജ അങ്ങനൊക്കെ പറയും. സുധാകരനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. സുധാകരൻ പറയുന്നത് നമുക്ക് കേൾക്കാം. സുധാകര വരൂ. Hello, check. Hello, check. Hello, check. Hello. സംപൂച്ചനെ കുറിച്ച് ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വൈദ്യുത ദീപങ്ങളും അടച്ചു തരണമെന്ന് ബന്ധപ്പെട്ടവരാണ് അഭ്യർത്ഥിക്കുന്നത്. ആവശ്യമില്ലാത്ത പറയാതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാടകത്തിലെ ശീലമായി പോയി. അപ്പൊ സുധാകരനല്ലേ? അതെ. സുധാകരൻ ഈ ഇരിക്കുന്ന സ്ത്രീ അറിയാവോ? അറിയാം. തൊണ്ടയ്ക്ക് എന്താ പറ്റി? തൊണ്ടയ്ക്ക് നാടകത്തിന്റെ ഇൻഫെക്ഷൻ. നാടകത്തിന് ഇൻഫെക്ഷൻ അടിച്ചല്ല, കമ്മിറ്റിക്കാരെ തൊണ്ടയ്ക്ക് കുത്തി പിടിച്ചതാ. അത് ഇൻഫെക്ഷൻ ആയെന്നാ പറഞ്ഞത്. ഈ ഇരിക്കുന്ന സ്ത്രീ നിങ്ങളുടെ ഭാര്യയാണല്ലോ. അതെ. എങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങിയത്? എങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത്? നാടകവേദിയിൽ വെച്ച്. നാടകവേദി വെച്ചോ? 20 വർഷം അന്യന്റെ നാടക സമിതി ഞാൻ കൂലിവേല ചെയ്തു. അവസാനം എനിക്ക് ഒരു ആഗ്രഹമില്ലേ, സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങണമെന്ന്. അങ്ങനെ സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങാൻ വേണ്ടി ഇവിടെ ആഭരണങ്ങൾ
കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ എനിക്ക് തോന്നിയതാണ്. ആഭരണങ്ങളെല്ലാം അഴിച്ചു തരാൻ പറഞ്ഞു. വിറ്റ് പണയം വെച്ചിട്ട് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു നാടക സമിതി തുടങ്ങണം. ഈ പറയുന്ന കേട്ടത്തൊന്നും ഞാൻ ആഭരണം ഒന്നും ചോദിച്ചിട്ട് അടിച്ചു കൊടുത്തില്ലെന്ന്. ചേച്ചി എന്റെ കൈ കിടന്ന കഴുത്ത കിടന്ന താലിമാല, എന്റെ കാലിൽ കിടന്ന വള, കുലിസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചോണ്ടില്ല ഞാൻ ഒരു തന്നില്ലേ നിങ്ങൾക്ക്? മനസാക്ഷി ഇല്ലാതെ പറയുന്നു. ഇത്രയും ആഭരണം കൊണ്ടുപോയിട്ട് ഈ കാലിനെ കാണുന്നത് 2 വർഷത്തിന് ശേഷമാ. സെക്കൻഡില് ഇവർ ഇത്ര സാധനങ്ങൾ ഊരി തന്നിട്ട് പിന്നെ നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ അവരെ കാണാൻ ചെല്ലുന്നത്? എന്ത് മോശമാണ് നിങ്ങൾ, എന്ത് സ്നേഹമുള്ള മനുഷ്യനാണ് നിങ്ങൾ. കഥയേറിയത് ആട്ടം കാണരുത് മിസ്റ്റർ ജഡ്ജി. 2 വർഷം ഞാൻ എവിടെയായിരുന്നു? നിങ്ങൾ തിരക്കോ അല്ലെങ്കിൽ അവൾ തിരക്കോ? എവിടെയായിരുന്നു 2 വർഷം? ഇവിടെ ഈ ഊരി തന്ന ആഭരണങ്ങൾ ഞാൻ പണയം വെക്കാൻ അവിടെ ചെന്നപ്പോ അയാൾ പറഞ്ഞു 1 മിനിറ്റ് നിൽക്ക്, ഇപ്പൊ വരാന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി. പിന്നെ വരുന്നത് പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. അതിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. മുക്കുമണ്ടമായിരുന്നു മൊത്തം. മുക്കുമണ്ടം പണയം വെക്കാൻ ചെയ്തതിന് ചീറ്റിംഗ് കേസിൽ, മാനനഷ്ട കേസിൽ അയാൾ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. 2 വർഷം ഞാൻ ജയിലിലായിരുന്നു. അറിയാമോ? അവിടെ കരിങ്കല്ല് പൊട്ടിച്ചാണ് ഞാൻ കാശുണ്ടാക്കി ഈ സമിതി ഉണ്ടാക്കിയത്. അങ്ങനെ കരിങ്കല്ലിൽ തീർത്താണ് ഈ സമിതി. കരിങ്കല്ലിൽ തീർത്തതാണ്. അല്ലെ അവിടെ നല്ല നാടകം കളിക്കാൻ പോയാലും കരിങ്കല്ല് എന്നെ വീട്ടിൽ വരുന്നത്. ലോഡ് കണക്കിന് സ്റ്റേജിൽ വീഴുന്ന കല്ല് വീട്ടിൽ കൊണ്ട് ഇറക്കുന്നത്. ആ കല്ല് കൊണ്ടാണ് ഞാൻ വീട്ടിലെ ഫൗണ്ടേഷൻ വരെ തീർത്തിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ കരിങ്കല്ലിന്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ വേണ്ട പ്ലീസ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതിന് നിയമസഹായം ഉണ്ടാകും. ഇപ്പൊ ഇനി ഇതിന്റെ ആള്, ഇതിന്റെ കാമുകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവനെ കാണണം. അവനെ കാണണം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന നാടകം അറിയാമോ? എന്റെ സമിതിയിൽ ലൈറ്റ് അടിക്കാൻ വന്നവനാണ് അവൻ. ഒരു ജീവിതമാർഗം കൊടുത്തതാണ് എനിക്ക് ഈ പണി തന്നത്. അറിയാം. അല്ല, അവനെ വിളിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ. ഞാൻ ഇത് ഒരു ദിവസം ചേച്ചി വീട്ടിലോട്ട് വാ. നിങ്ങൾ നാട്ടുമാരെ പോലെ വേഗം നോക്കാനാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. നമുക്ക് പരിപാടി മുമ്പോട്ട് കൊണ്ടുപോയി നമ്മുടെ എപ്പിസോഡ് മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. ഇപ്പൊ ഈ 2 കൂട്ടർ പറഞ്ഞെന്ന് കേട്ടിട്ട് നമുക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ വന്ന് അഭിപ്രായം പറയേണ്ടതും യഥാർത്ഥ കാര്യങ്ങൾ അറിയേണ്ടതും ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്ന വേണുവാണ്. പറയല്ല കാര്യം കഷ്ടം. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ പറയുന്നത് കേട്ടില്ല. വിളിച്ചത് കേട്ടോ? വേണുവേട്ടൻ. പിന്നെ എന്താ വിളിക്കണം ഞാൻ? വേണുവേട്ടനല്ല, അവൻ വേണു കാഷ്ടമാണ്. കാഷ്ടം. നമുക്ക് വേണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. വേണു വരൂ. വേണു എന്തായാലും എത്തിയിട്ടുണ്ട്. സുധാകര, ഈ ഇരിക്കുന്ന മനുഷ്യനെ അറിയാവോ? വേണുവിന് ഈ മനുഷ്യനെ അറിയാവോ? അടിക്കരുത്. നിങ്ങൾ ഇത്ര അടിച്ചിട്ട് നിങ്ങൾ തിരിച്ചടിച്ചോ? നിങ്ങൾ ഇവിടെ ഇപ്പൊ ഞങ്ങൾ 2 ചാനൽ പ്രവർത്തകർ, പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണ്, നിങ്ങൾക്ക് അറിയാവുന്ന നാടൻ പ്രവർത്തകർ. അയാളുടെ മാന്യത അതാണ്. അതായത് ഇത്രയും അടി കൊണ്ടിട്ടും അയാൾ കണ്ട വളരെ സിമ്പിൾ ആയിട്ട് പോക്കറ്റ് കേട്ടോ അങ്ങനെ പോക്കറ്റ് കയറ്റോണ്ടിരിക്കുന്ന അത്രയ്ക്ക് നിങ്ങൾ പിന്നെ സ്റ്റൈലും കാണിച്ചിട്ട് നിൽക്കേണ്ട കാര്യം ഇവിടെ ആർക്ക് കാണാൻ ഇയാളുടെ സ്റ്റൈല്? സ്റ്റൈല് കാണിച്ചതല്ല, പിന്നെ എന്റെ കൈ കണ്ടോ? ഇന്നലെ ഉച്ചയ്ക്ക് ഇവൻ എന്റെ വീട്ടിൽ വന്നു. എടാ വേണു, എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കാം എന്നും പറഞ്ഞു. വാ അളിയ ഒരു ചായ കുടിക്കാൻ പോകാന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി തട്ടുകട കൊണ്ടുപോയിട്ട് തിളച്ച എണ്ണക്കകത്തേക്ക് എന്റെ കൈ അങ്ങ് മുക്കി. ഞാൻ അയ്യോ എന്നും പറഞ്ഞ് കരഞ്ഞപ്പോ പഴംപൊരി എടുത്ത് എന്റെ വായി തള്ളി. എന്നിട്ട് ഇവൻ പറയുവാ, ഇനി ഒരു ട്രൂപ്പിൽ നീ ലൈറ്റ് അടിക്കാൻ പോകല്ലടാ. അയ്യോ ഇതാണ് മിസ്റ്റർ വേണു. നമസ്കാരം വേണു. അയ്യോ പെണ്ണുപിള്ളേ, പ്രശ്നങ്ങളിലേക്ക് വരും, ഇവരുടെ വിഷയങ്ങളിലേക്ക് വരാം, ഇവരുടെ കാര്യങ്ങൾ തീർപ്പാക്കണം. വേദി വെച്ച് ഒരു മത്സര നാടകം നടക്കുന്ന ഒരു വേദി, മത്സരം നടക്കുന്ന ഒരു വേദി നാടകം നടക്കുമ്പോ ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എങ്ങനെ പുള്ളിക്കാരൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു? ഞാൻ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് തട്ടിയുടെ സൈഡിൽ ചെന്നിട്ട് അമ്മേ എന്നിങ്ങനെ കരയുന്ന ഒരു സീനുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഈ ദ്രോഹി, ഞാൻ തരാം കഴിയട്ടെ, ഈ ദ്രോഹി ചെയ്തെന്താണെന്നറിയാമോ? ഈ തട്ടി കൊണ്ട് കറണ്ട് വിറ്റ് ചെയ്തു. കറണ്ട് കട്ടി വിട്ടു തട്ടി കൂടെ. ഞാനിതൊന്നും അറിയാതെ അമ്മയെന്ന് വിളിക്കേണ്ടത് ഞാൻ അങ്ങനെ ആയിപ്പോയി. എന്ത് പരിപാടിയാണ് വേണു കാണിച്ചത്? എന്ത് മനുഷ്യനത്? അമ്മേ എന്ന് വിളിക്കേണ്ടതിന് പകരം അമ്മേ എന്ന് വിളിച്ചില്ലായിരുന്ന പുള്ളിക്കാരൻ. എന്നിട്ട് പോലെ നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടുത്തി കൂടായിരുന്ന പുള്ളിക്കാരൻ. ഞാൻ കരുതി ഇവൻ കൈ നിട്ട് കളിക്കുമെന്ന് ഓർത്തല്ല ഇരുന്നേ. ഒന്ന് മനസ്സിലാക്കണം, അന്ന് ഇവൻ അവാർഡും മേടിച്ചു. അത് മനസ്സിലാക്കിയോ? അല്ല ഇങ്ങനെയൊക്കെ നല്ല നടനുള്ള അവാർഡ് ഇവൻ മേടിച്ചു. അല്ല ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് പുള്ളിക്കാരൻ നിങ്ങൾക്ക് എങ്ങനെ അവാർഡ് കിട്ടിയത്? മത്സര നാടകമല്ലായിരുന്നു. ജഡ്ജസ് കണ്ടോണ്ടിരിക്കല്ലേ, പുള്ളി അറിയുന്നുണ്ടോ ഞാൻ കറണ്ട് അടിച്ചോണ്ടായി കാണിക്കുന്നെന്ന്? ഞാൻ മരണോപ്രാളം കാണിച്ചാണ്. പുള്ളി വിചാരിച്ചു ഉഗ്രൻ അഭിനയം തകർത്തു, ആ വർഷത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് എനിക്കായിരുന്നു. അങ്ങനൊരു
നിർഭാഗ്യം കൂടെ എനിക്ക് പറ്റി. അപ്പൊ വേണു ഇപ്പം പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ്, അതിന്റെ പേര് സംശയമല്ല, നിങ്ങൾ ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നു. അപ്പോ ഇനി മുതൽ ഈ ഇരിക്കുന്ന വനജയ്ക്ക് വേണു ചെലവിന് കൊടുക്കണം. അത് നടക്കത്തില്ല. എന്താ? അല്ല നിങ്ങൾ സിനിമ കാണാൻ കൊണ്ടുപോകും. സിനിമ ഞാൻ കാണാൻ കൊണ്ടുപോകും, ചെലവ് ഞാൻ കൊടുക്കുന്നില്ല. ഇവനെന്തിനാ ഇവനെന്തിനാ? അയ്യോ അയ്യോ അയ്യോ, കൊട്ടോടി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവന്റെ വക ഒരു കൊച്ചുണ്ടല്ലോ, അവൻ ചെലവിന് കൊടുക്കട്ടെ. എന്റെ വേണു, നിങ്ങൾ എന്ത് പരിപാടിയായി പറയുന്നത്? എന്തിനാ നിങ്ങൾ വനജയുമായിട്ട് സിനിമയ്ക്ക് പോകുന്നത്? വനജയുമായിട്ട് സിനിമയ്ക്ക് പോകുന്നത് എന്തിനാ? ആഹാ, എനിക്ക് തിയേറ്ററിൽ പോയിരുന്ന പേടിയാന്നേ. ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ എനിക്ക് പേടിയാ. ഈ വാതിലൊക്കെ അങ്ങ് അടച്ചു കഴിയുമ്പോൾ ഈ വെട്ടമെല്ലാം ഈ വെളിച്ചവും ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ. ഞാൻ അതുകൊണ്ടാണ് വനജയെ കൊണ്ട് സിനിമയ്ക്ക് പോണത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാര്യയായിട്ട് പോണം. സ്വന്തം ഭാര്യയായിട്ട് സിനിമയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാര്യയായിട്ട് പോകൂടെ? ഇത് വർത്താനായി പറയണേ. 10-15 വർഷമായി ഞാനും വനജ ഒന്നിച്ച് ഒരേ തിയേറ്ററിൽ സിനിമ കാണാൻ പോകണം. നാളെ എന്റെ പെണ്ണുമ്പിള്ളാരും കൊണ്ട് ഞാൻ സിനിമയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയല്ലേ, എന്ത് ഇവനേതോടാ ഈ പെണ്ണും കൊണ്ട് വന്നേ, എന്റെ ഭാര്യ ഇവളാന്നും പറഞ്ഞോണ്ടിരിക്കുമല്ലേ. എനിക്ക് നാണക്കാടല്ലേ, എന്റെ നില ഓർക്കണ്ടേ. അപ്പൊ പെണ്ണെ കൊണ്ട് പോകാൻ പറ്റുമോ? അയാളുടെ സ്റ്റാൻഡ് അദ്ദേഹം നിങ്ങളുടെ തീരുമാനം അതാണ്. നിങ്ങൾ സിനിമ കൊണ്ടുപോകും, പക്ഷെ ചെലവിന് കൊടുക്കത്തില്ല. അത് കൊടുക്കത്തില്ല. അപ്പൊ സുധാകരൻ ഈ വനജയെ സ്വീകരിക്കാൻ തയ്യാറാണോ? എനിക്ക് വേണ്ട, എനിക്ക് ഡൈവേഴ്സ് വേണം. ഡൈവോഴ്സ് വേണമല്ലോ. പുള്ളിക്കാരൻ ഡൈവോഴ്സ് വേണമെന്നാ പറഞ്ഞത്. ഒറ്റയ്ക്ക് കൂച്ചണ്ട, എനിക്കും വേണം ഒരു ഗ്ലാസ് അതിനെ കുറച്ച് ഡൈവോഴ്സ്, അങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കണ്ട. എന്റെ തിരുമേനി ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഡൈവേഴ്സ് മേടിച്ചാ തിരുമേനി. തിരുമേനി അല്ല, പിന്നെ ജഡ്ജിയാണ്. അല്ല, നെറ്റി കുറിയൊക്കെ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ ജഡ്ജിമാരെല്ലാരും അങ്ങനെ. അപ്പം വനജയോട് ചോദിക്കുകയാണ്, വനജ ഇപ്പോ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന വേണുവുണ്ട്, നാടകക്കാരനായിട്ടുള്ള സുധാകരനുമുണ്ട്. ഇപ്പൊ സിനിമ വേണോ നാടകം വേണോ, ആരുടെ കൂടെ പോകാനാണ് താല്പര്യം? വനജ പറ. എനിക്ക് സിനിമയും വേണം നാടകവും വേണം. സിനിമയിലും നാടകത്തിലും കൂടെ ഒരുമിച്ച് ജയിക്കാൻ നീ ആരാ, തിലകനോ? ഇനിയിപ്പോ എന്തോ ഇതിനകത്തൊരു പോംവഴി എന്തോ? ഇതിനകത്തുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാണ്. ഇവർക്കൊരു കുട്ടിയുണ്ടല്ലോ, അപ്പൊ കുട്ടിയുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. കുട്ടിയുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. അപ്പൊ കുട്ടിയെടുത്ത് നമുക്ക് ചോദിക്കാം. കുട്ടിയെടുത്ത് ചോദിക്കണം, കുട്ടിക്ക് ആരുടെ കൂടെയാണ് പോകാനുള്ള ഇഷ്ടം എന്നുള്ളത് നമുക്ക് ചോദിക്കണം. അപ്പൊ അവരുടെ കൂടെ വനജയും പോയിക്കോട്ടെ. ഓക്കെ. അപ്പോ ഇവരുടെ ഒരു മകളുണ്ട്, ആ മകളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാം. മകളെ വരൂ. കാര്യമില്ല, ഡൈവേഴ്സ് മതി. ഡൈവേഴ്സ് അപ്പുറം ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുന്നില്ല. ഡൈവേഴ്സ് മതി. നീ സംസാരിക്കണ്ട. ഇനി മോള് പറ, മോക്ക് അമ്മയുടെ കൂടെ പോണോ അച്ഛന്റെ കൂടെ പോണോ? മോക്ക് അമ്മയുടെ കൂടെ പോണോ അതോ അച്ഛന്റെ കൂടെ പോണോ? അതാണ് മോളുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. എനിക്ക് അമ്മയുടെ കൂടെ പോണ്ട, അച്ഛന്റെ കൂടെ പോണ്ട, പിന്നെ അങ്കിളുടെ കൂടെ പോയാൽ മതി. എന്തിനാ എന്റെ കൂടെ? 4 പിള്ളേർ ഒരു ബിസ്ക്കറ്റിന് അടിപിടി കൂടുന്ന വീട്ടിലോട്ട് ഇതുകൂടെ വന്നിട്ട് എന്ത് കൊടുക്കാൻ? അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറ് തന്നെ പറഞ്ഞത് അത് തീരുമാനം. സാറല്ല പറഞ്ഞ അന്തിമ തീരുമാനം കൊച്ചു പറയുന്നതാണ്. അങ്ങനെ തീരുമാനം, അവരുടെ തീരുമാനം അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് രണ്ടിനും വേണ്ടവാ. ഞാൻ ഇന്നവരെ ഒരു വക്കീലിന്റെ കൂടെ ജഡ്ജികളെ താമസിച്ചിട്ടില്ല. വാ. അയ്യോ, ഇതിനെ ഞാനിങ്ങനെ കൊണ്ടു നടക്കും. അതിനെന്താ കൊണ്ടുപോയി ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുന്ന സ്റ്റാറ്റസ് നോക്കണ്ടേ? സ്റ്റാറ്റസ് ഒക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഇന്ന് രണ്ടുപേരും ഇനി അങ്ങോട്ട് വാ കേട്ടോ. അങ്ങോട്ട് വാ. അപ്പാപ്പയെ മുറുക്കനെ പിടിച്ചോണേ. അല്ലേ സാറേ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നേരെ നമ്മുടെ പരിപാടിയിലോട്ട് ഇങ്ങനെ വന്നേക്കണം കേട്ടോ. അത് അന്നല്ലയോ, അത് ഞങ്ങൾ വന്നോളാം. നടക്ക് മനുഷ്യനെ ഇങ്ങോട്ട് വാ. രണ്ടെണ്ണം അവിടെ ഇരുന്നോട്ടെ. ഇങ്ങോട്ട് പോരെ. ഉപകാരമുണ്ട്, ആ ബാധ എന്റെ തലേന്ന് ഒഴിച്ചു വിട്ടത്. ഇനി പോയി എനിക്ക് സൗകര്യമായിട്ട് നാടകം കളിക്കാം. അളിയാ, ഒരു ചായ കുടിച്ചിട്ട് ആയിക്കോട്ടെ. അയ്യോ, നീ ചായ കുടിക്കില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അശ്വതി റൗണ്ട്. യെസ്, അതിസാഹസികമായ ചില ചോദ്യങ്ങളുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഈ ചോദ്യങ്ങൾ ഇന്ന് മൃഗങ്ങളും പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഇന്ന്. അതാണ് ഈ അശ്വതി റൗണ്ടിന്റെ പ്രത്യേകത. അതെ, പ്രത്യേകത. ഞാനിങ്ങനെ എന്റെ കൂടെ നിൽക്കുന്നവരെ അറിഞ്ഞാണ് ചോദ്യങ്ങൾ തയ്യാറാക്കാറ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷി. പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാട്ടോ. ഞാൻ ഇതിനകത്ത് ഇടപെടുന്ന ആളല്ല. എനിക്ക് ഇങ്ങനെയുള്ള ചീള് കേസും താല്പര്യം. നമുക്ക് ആലോചിക്കണമെന്ന് മനസ്സിലായി. പച്ചക്കറി എന്നുള്ള വേർഡിലോ? അല്ല, ഒരു പച്ചക്കറിയുടെ പേരിലാണ് ഈ പക്ഷിയുടെ പേര് നമ്മൾ പറയാറുണ്ട്.
ഈ പക്ഷിയുടെ പേര് മുഴുവനായിട്ട് പറയുമ്പോൾ ഈ പച്ചക്കറിയുടെ പേരും കൂടെ ചേർത്ത് നമ്മൾ ഓമനിച്ച് പറയാറുണ്ട്. മത്തങ്ങ പ്രാവ് പനന്തത്ത. പന ഒരു പച്ചക്കറിയാണ്. എന്റെ ദൈവമേ, ഈ പാലക്കാരുടെ മാനങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ പാലായില് ജനിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പിന്നീടുള്ള എന്റെ അതാണ്, പഠനമൊക്കെ അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞേനെ. പന ഒരു പച്ചക്കറി അല്ല. പന ഒരു കറിയല്ല, പക്ഷെ തനി പച്ചക്കറി തന്നെ വേണം. തനി പച്ചക്കറി തന്നെ വേണം. വെണ്ടത്താറാവ് എന്തോ വെണ്ട മത്തങ്ങ താറാവ്. അങ്ങനെയൊക്കെ ഓരോരുത്തരും അവനവന് ചേരുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഈ സാമ്പാറിലിരുന്ന കഷ്ണങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആ കൂട്ടത്തിലുണ്ട്. ഇല്ലേ? ആ ഉണ്ട്. മുരിങ്ങാക്കോലി. ബീൻസ് മയിൽ കറിയിക്കരുത്. ഒന്ന് നോക്ക്. തക്കാളിയുടെ പേര് കൂട്ടി എന്തെങ്കിലും ഭക്ഷി ഉണ്ടോ? പക്ഷിയില്ല, തക്കാളി പനിയുണ്ട്. നിങ്ങക്ക് കിട്ടിയോ? നിങ്ങൾ ഏത് കോളേജിൽ നിന്നാ പറഞ്ഞേ? ജിടെക്കിലാണ്. എന്നിട്ടാണ് നിങ്ങൾ ഉത്തരം പറയാത്തെ? പിന്നെ അവര് വല വെച്ച് കിളീനെ പിടിക്കാൻ പോകണം ഡെയിലി. പഠിക്കാൻ പോണ പിള്ളേരല്ലേ. കണ്ടോ, ഇതുവരെ ഇത്ര നല്ലൊരു കൈയുടെ ഇവിടെ കേട്ടില്ലായിരുന്നോ? വെള്ളരിപ്രാവ്. കൊടുക്ക. ആ അവസാനം നമ്മുടെ അഭിമാനം രക്ഷിച്ചിരിക്കുകയാണ്. വെള്ളരിപ്രാവ്. വെള്ളരി എന്താ ഒരു പച്ചക്കറി അല്ലേ? കറക്റ്റ് അല്ലേ? സാമ്പാറിലിടുന്ന് വരാണ്ട് മോര് കാച്ചു എന്നൊക്കെ പെട്ടെന്ന് പറയായിരുന്നു. ഓക്കെ. മുറുക്കുന്നവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പക്ഷി. എല്ലാം പറഞ്ഞാണല്ലോ. മുറുക്കുമല്ല, നമ്മളിങ്ങനെ നാലും കൂട്ടി മുറുക്കുമല്ലോ. നമ്മള് മുറുക്കൂല, വേറെ പലരും മുറുക്കും. മുറുക്കണ ആൾക്കാരുണ്ട്. ആ കെട്ടുമുറുക്കലല്ല കേട്ടോ, കെട്ടുമുറുക്കലല്ല, അത് വേറെ മുറുക്കല. മുറുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട പക്ഷി അടക്കാക്കുരുവി. കുറച്ചേരം മുമ്പ് പറഞ്ഞോളൂ, എനിക്ക് ചീള് കേസിലൊന്നും താല്പര്യമില്ല. അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് തുള്ളിച്ചാടാ. തുടങ്ങിയിട്ടുണ്ട്, അതല്ലേ പെട്ടെന്ന്. ശരി, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആട്ടോ. ഒരു പട്ടിയെ ഒരു നായയുടെ മുന്നിൽ അല്ലെങ്കിൽ പട്ടിയുടെ മുന്നിൽ വലതുവശത്ത് മീനുണ്ട്, ഇടതുവശത്ത് ഇറച്ചിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടിയുടെ കണ്ണ് എവിടെയായിരിക്കും? പട്ടിയുടെ കണ്ണ് മുഖത്ത്. വളരെ സിമ്പിളായി പോയി, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പട്ടി കുഞ്ഞുങ്ങള് ചുണ്ട് നക്കി വൃത്തിയാക്കുന്നത്? നാക്കുണ്ട്. അതല്ല, ഈ പ്രശ്നം ചീറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ, നാക്കുകൊണ്ട് തന്നെ. നാക്കുകൊണ്ട് അതല്ല, എന്താണ് അതിന്റെ റീസൺ? അത് മീശയിലൊക്കെ ഇങ്ങനെ പറ്റുമോ? മീശയില് പറ്റുന്നോണ്ടല്ല, പാറ്റ നോക്കാതിരിക്കാനാണോ? പട്ടിയെ പാറ്റ നക്കൂല്ലേ? അല്ലല്ല, എന്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആൻസറുകൾ അന്തിമമായിരിക്കും. അതുകൊണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എഴുതിയിരിക്കുന്നത് തന്നെ പറയാം. എന്തുകൊണ്ടാണ് നക്കുന്നത് അല്ലേ? എന്താണ് ഇങ്ങനെ പാല് കുടിച്ചു കഴിയുമ്പോൾ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖത്തൊക്കെ ഇത് പാലൊക്കെ പറ്റിയിരിക്കും. അതെന്താണ്? സ്വന്തം നാക്കൊണ്ട് തന്നെ അത് വൃത്തിയാക്കും, ചുണ്ടെല്ലാം നക്കി വൃത്തിയാക്കും. അതെന്താണ് അതിന്റെ? അതിന് വെള്ളം കോരി കഴുകാൻ പറ്റില്ലാത്തോണ്ട്. വെള്ളം ഇപ്പം മനുഷ്യര് ചെയ്യുന്ന പോലെ പോയി പൈപ്പ് തുറന്ന് കഴുകാനുള്ള ഇതില്ലല്ലോ. നമ്മൾ ഈ പട്ടി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ഉദ്ദേശം നമ്മൾ ഈ പിള്ളേരെ വാ കഴുകി കൊടുക്കുന്ന പോലെ ഈ പട്ടി അങ്ങനെയൊന്നും ചെയ്യൂലെന്നേ. അതിന്റെ അമ്മ ചെയ്തു കൊടുക്കാത്ത കൊണ്ട് കുഞ്ഞുങ്ങൾ സ്വയം ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടായില്ല, എന്നാലും ഒന്ന് കൈയടിച്ചേരാ. എന്റെ ഇന്നത്തെ റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട്, എൻ്റെ കയ്യിലുള്ള കാർഡ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ അറിയാം ഇതെന്താ റൗണ്ട് എന്നുള്ളത്. നമ്മുടെ ദംഷറാട്സ് ആണ്. ഇതിനകത്ത് ഒരു മൂവിയുടെ പേരോ ഏതെങ്കിലും മൂവിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളുടെ പേരോ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാർഡ് എടുക്കുന്ന ആള് നോക്കാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അഭിനയിച്ച് മനസ്സിലാക്കി തരണം ഇതിനകത്ത് ഏതാണ് എഴുതിയിരിക്കുന്ന സിനിമയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരെന്ന്. മനസ്സിലായല്ലോ? അപ്പം ശരി, നമുക്ക് തുടങ്ങാം. മോളെ ഒരിച്ചിരി സ്ഥലം തന്നെ. ഓക്കെ. ആരാ ആദ്യം എടുക്കണേ? ആർക്കാ ആദ്യം അഭിനയിക്കേണ്ടത്? അഭിനേത്രി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആക്ട് ചെയ്ത് കാണിക്കാം, ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ നോക്കാൻ പാടില്ല. അപ്പൊ കുറച്ചുകൂടെ ഒരു പൊടിക്ക് അങ്ങോട്ട് നീങ്ങി നിന്നോ. ശരി, അപ്പൊ കാണിച്ചോ. മലയാളമാണോ? മലയാളം. മലയാളം. എനിക്ക് ഇച്ചിരി പൊക്കൊണ്ട് ഇച്ചിരി കൂടി മുതിർന്ന ആളാ. ഇച്ചിരി കുറെ മുമ്പുള്ള പടമാണ് അല്ലേ? കുറച്ച് കാലം മുമ്പുള്ള പടമാണ്. ആരാ അഭിനയിച്ചിരിക്കുന്നേ? നമുക്ക് പറഞ്ഞുപോയി. കുറച്ചു കാലം മുമ്പുള്ള പടം. മമ്മൂക്കയുടെ പടം. അകലെ. വർഷം.
എന്നെക്കാളും വലിയ ആള്. ഞാനാണ്. എന്നെക്കാളും വലിയ ആളെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. കറക്റ്റാണ് പറഞ്ഞ കറക്റ്റ്. ഒന്നര ചെയ്ത് രാജാവ്. പഴശ്ശിരാജ. ആ പഴശ്ശിരാജ. പഴശ്ശിരാജ ഏകദേശം അടുത്തുണ്ട്. എന്തെങ്കിലും ഒന്ന് കാണിക്ക്. എന്നെക്കാളും മുതിർന്ന ആള്. മുതിർന്ന ആള്. വല്യേട്ടൻ. അല്ല, വല്യേട്ടൻ മമ്മൂക്കയുടെ പടമല്ല. ആ വല്യേട്ടൻ മമ്മൂക്കയുടെ പടമാണ്. അതല്ല. അണ്ണൻ തമ്പിയാണോ? അതിങ്ങനെ പെട്ടെന്നൊരു ബോധം അല്ല, എവിടെ എന്തോ കേട്ട പോലെ എവിടെ എന്തോ. തമ്പി നമ്മൾ എങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കും? തമ്പി. അത് ഇങ്ങനെ കാണിച്ചാൽ മതി. തമ്പിയോ? അങ്ങനെ ഈ സാവിചേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു കാർഡ് എടുത്തോ. സാവിചേട്ടൻ അഭിനയിച്ച് കാണിക്കണേ. ഇത് റീൽസ് റെഡി ആയിരുന്നു. പറയാ, എന്താന്ന് മനസ്സിലായോ? ഏയ് ഓട്ടോ. മനസ്സിലായല്ലേ? ഞാൻ നല്ല അഭിനയം എല്ലാവർക്കും മനസ്സിലായില്ലേ? നല്ല അഭിനയം മനസ്സിലായി. മോൾ എടുക്കട്ടെ, സുബി ചേച്ചി അഭിനയിച്ച് കാണിക്കാം. ഞാൻ കണ്ടില്ല, എന്നെ കൂടി കാണിക്കോ. അയ്യോടാ. ഇത് കണ്ടാലും കുഴപ്പമില്ല, അതിന് മലയാളം വായിക്കാൻ അറിയില്ല. 2 words. A second word. ഏയ് ഛേ. Cool. ബോൾ ബോളിന്റെ അടുത്തത് ഫുട്ബോൾ. നോക്ക് Ball. No. Chicken. മാത്രം. പറഞ്ഞോ. Number 2. വെറുതെ അല്ല സിനിമയിൽ അഭിനയിക്കുള്ളൂ നീ അഭിനയിട്ടോ. മുട്ട. Ring. Gold. സ്വർണം. ആരെങ്കിലും ഒന്ന് അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്വർണത്തിന്റെ മലയാളം. അതിന്റെ പേര് എന്ത് പറ? അതിന്റെ മലയാളം പറ. ഇതാ മലയാളം. പൊന്ന്. പൊന്നേ. പൊന്നുമുട്ട. ഒന്നുമില്ല. ഇതിൽ കൂടുതൽ എനിക്ക് നാണം കിടാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് കാണിച്ച് സുബി മുട്ടയിട്ടേ. സത്യം. ഇനി അശ്വതിയാണ് അഭിനയിക്കേണ്ടത്. അല്ല, ആരെങ്കിലും എടുത്തോ, ഞാൻ അഭിനയിച്ച് കാണിക്കാം. ഷീലു എടുക്കും. നാല് വാക്ക് അല്ലേ? 2. അക്കരെ. ക്യാമറമാൻ വായ നോക്കുന്നു. എന്ത് പറയാ? രക്ഷയില്ല കേട്ടോ. പറ. അവിടെ ബോറായി, വേറെ സ്ഥലം കാണിക്കുന്നു. വേണോ? ചാടിക്കറി എടുത്തല്ലേ ചെയ്. വേണ്ടായിരുന്നു. അവിടെ നോക്കി, അവിടെ ആരുമില്ല. പുതിയ വാച്ചാണോ? സുല്ലിട്ടു. ഇനി സാധിച്ചേട്ടൻ. ഞാനാ?
ഇതന്നെയല്ലേ ഞാനും കാണിച്ചേ. കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക്. തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക്. ആ ആ ആ. തെക്ക് നോക്കി കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് പടിഞ്ഞാറ് വടക്ക്. വടക്ക് നോക്കി യന്ത്രം. തോൽവി ഏറ്റുവാങ്ങാൻ അശ്വതിയുടെ ജന്മം വീണ്ടും ബാക്കി. നിങ്ങളുടെ കുഴപ്പമില്ല, അഭിനയിക്കാൻ അറിയില്ലാത്തതിന്റെ. അത് ചേട്ടാ, അത് ഞാൻ എവിടെ സംഭവിക്കും? എന്താ ഇത്? അതെ, ഫ്ലോറിന്റെ മെയിൻ്റനൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചേട്ടനായിരിക്കും. നീ താഴെ കിടന്ന് ഇങ്ങനെ കുട്ടിക്കഞ്ഞ ഇവിടെ പരിപാടിയാണ് അങ്ങനെ. എന്നൊരു കാര്യം ഞാൻ കേറി വരാൻ പറയട്ടെ. വിളിക്ക് വിളിക്ക് വിളിക്ക്. ചേട്ടാ ഹലോ. ചേട്ടാ കേറി വാ, മുകളിൽ കേറി വാ, മുകളിൽ കേറി വാ, മതി പണി നിർത്ത്, കേറി വാ. കണ്ട ആ താഴെ ഇരുന്ന് പണിയാൻ സമ്മതിക്കില്ലേ നിങ്ങള്? താഴെ കിടന്ന് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ എങ്ങനെ പരിപാടി ചെയ്യണത്? എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ താഴെ പോയി പരിപാടി ചെയ്യാൻ മേളിരുന്ന് പണിയാ. അതെന്നാ പരിപാടി? ഇത് എടോ അങ്ങനെ വല്ല പണിയുണ്ടെങ്കിൽ ആരും ഇല്ലാത്തപ്പോ എന്ത് ചെയ്യണം? അയ്യോ ദേവി, ഇത് ആരും ഇല്ലാത്തപ്പോ വരാൻ പറയരുത്. അതെന്താ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എപ്പിസോഡ് ചെയ്യാൻ വന്നില്ലായിരുന്നോ? അന്നേരം ആരും ഇല്ലാത്തപ്പോ വന്നിട്ട് ഇവിടുത്തെ 3 സോണിയുടെ വലിയ ക്യാമറയും എന്റെ 2 ചെരുപ്പും കട്ടോണ്ട് പോയി. സത്യമാണത്? 3 സോണിയുടെ ക്യാമറ കൊണ്ട് എനിക്ക് ഉപകാരമൊന്നുമില്ല, പക്ഷെ 2 ചെരുപ്പ് കൊണ്ട് സുബിയുടെ അത് ഗുണം ചെയ്തു. അത് കുറച്ച് കുഷ്യനൊക്കെ വെച്ച് പിടിപ്പിച്ച വീട്ടിൽ സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ. ഇങ്ങനെയല്ലേ ഇരിക്കണം. ഇതൊക്കെ എന്താ പ്രശ്നം? എന്താണ് ഇത്? ഞാൻ പണിയിട്ടേ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ നോക്കണോ? താല്ലടോ എന്റെ വീട്ടിൽ മരപ്പണിക്ക് വന്നത്? ഞാൻ തന്നെ ആണല്ലേ? ആ എടാ, ഞാൻ രാത്രി കഷ്ടപ്പെട്ട് പരിപാടി പോയി ഉണ്ടാക്കി ആച്ചുകൊണ്ട് നിന്നെ പണി ഏൽപ്പിച്ചത്. എന്റെ വീടിന്റെ ഫ്രണ്ടിലോട് നീ എന്താ കാണിച്ചു വെച്ചത്? എന്ത് കാണിച്ചു വെച്ച്? അത് ഇതല്ലേ എന്ത് ആക്രോബാറ്റിക്? ആക്രോബാറ്റിക്കാ? നിങ്ങൾ അറിയുന്നേ? അതിന്റെ എന്റെ ഫ്രണ്ട് ഡോറിന്റെ മുമ്പിൽ നിന്റെ മുത്തച്ഛൻ പല്ലും തേച്ചോണ്ടിരിക്കണ ഫോട്ടോ ഉണ്ടാക്കി വെച്ചത് എന്തിനാണ്? പക്ഷെ അത് മുത്തച്ഛൻ പല്ല് കേൾക്കണ അല്ലെന്ന്. പിന്നെ അത് ശ്രീകൃഷ്ണൻ ഓടക്കുള്ളു വായിക്കണേ. എന്ത് കൃഷ്ണൻ? അത് കിട്ടൂല. എന്ത് കൃഷ്ണൻ ഒന്നര പറഞ്ഞേ? ശ്രീകൃഷ്ണൻ പാലക്കാരനൊന്നും ഉണ്ടോ? പലയിലാണ്. അതൊക്കെ പോട്ടെ. നിന്നെ മെയിൻ്റെനൻസ് വിളിച്ചിട്ട് നീ വരാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? സ്റ്റേറ്റ്സിലായിരുന്നു. എവിടെ? സ്റ്റേറ്റ്സിൽ. ഞാൻ അറിഞ്ഞില്ല നീ പൊള്ളാച്ചിയിൽ കാളനെടുക്കാൻ പോയിച്ചാന്ന്. എന്താ തമിഴ്നാട് സ്റ്റേറ്റ്സ് അല്ലേ? ആ തമിഴ്നാട് സ്റ്റേറ്റ്സിൽ എനിക്ക് അവിടെ പോകാലോ. നിങ്ങളൊക്കെ പോകുമ്പോ സ്റ്റേറ്റ്സ്, അവിടെ പോകുമ്പോ എന്താ മോനെ എന്തോ ഓക്കേടാ. എടാ പിന്നെ അച്ഛനെ തിരക്കെന്ന് പറഞ്ഞേക്കണടാ. ഓക്കെ ഓക്കെ. അതാരത്? അത് നമ്മുടെ ഫ്രണ്ട്, അവന്റെ കല്യാണമായിരുന്നു മിനിഞ്ഞാന്ന്. കല്യാണത്തിന് പോയിട്ടാണോ തല്ലിയത്? അല്ലല്ല, ഒരു കട്ടില് പണിത് കൊടുത്തായിരുന്നു, ഒടിഞ്ഞാണ്. ഫസ്റ്റ് ടൈം കൊള്ളാക്കിട്ട് വന്നിരിക്കേ. അതിങ്ങനെ വന്നും പോയിരിക്കും. ആ ആ 1.5 ഇഞ്ചിന്റെ ആന എവിടെ അടിച്ച് കയറുന്നത്? എടാ 1.5 ഇഞ്ചിന്റെ ആണി ആ ഒരു ലൈറ്റ് കണ്ട അതിന്റെ സെന്ററിൽ കണ്ട ഗ്ലാസിന്റെ സെന്റർ അടിച്ചു പോയി. ശരിയാ ശരി. ആ ഓക്കെ മതി മതി മതി, നിർത്ത് നിർത്ത്. അപ്പോഴേ പുള്ളി താഴേക്ക് വിട്ടാല് പണി നടക്കില്ല, സൈഡിൽ എവിടെയെങ്കിലും മാറി നിൽക്കട്ടെ. ഇങ്ങട് മാറി നിന്നോട്ടാ. ചേട്ടാ ഒത്തിരി ഇങ്ങട് താഴേക്ക് പോകണ്ട, അത് മാറ്റിക്കോ. ക്യാമറ നമ്മളെ മാത്രം നോക്കിയാ മതി കേട്ടോ. ഈ സൈഡ് വിട്ടേര്. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. തുടങ്ങാം. സാവിച്ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഓരോരോ സിനിമകൾ, സാവിച്ചേട്ടൻ ഇല്ലാത്ത സിനിമകൾ ഇല്ല ഇപ്പം. അതെ, എല്ലാ സാവിച്ചേട്ടൻ സിനിമകളും പടി സാവിച്ചേട്ടൻ പടിയായി. ഓരോ സിനിമകൾ കയറി 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 ഇങ്ങനെ വരും. ഒരു ആപ്പ് വെച്ചാൽ തീരാവുന്നേ ഉള്ളു. ഇതൊന്നും ഒരു കാര്യവും ഇല്ല. ഇങ്ങനെ എത്ര പേര് മേളിൽ കയറി നിന്നിട്ട് ഠും എന്ന് പറഞ്ഞ് താഴേക്ക് വരും. അതൊക്കെ പോട്ടെ. അല്ലെ, ഇപ്പൊ സാജനെ കുറിച്ച് പറയുവാണെന്ന് എല്ലാ സെറ്റിലും വളരെ നല്ല അഭിപ്രായമാണ്. ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ അഭിപ്രായം തന്നെയാണ് നമുക്ക് കേൾക്കാനുള്ളത് അല്ലേ? ചെറുതും ചാളത്തടി ഒരു കാശിനും ഇല്ല. എന്തായാലും ഇപ്പൊ എന്നെ പൊക്കി പറഞ്ഞല്ലേ നല്ല കാര്യങ്ങളെ പറഞ്ഞേക്കണെന്ന് എനിക്കറിയാം. അതെ. എന്തായാലും അങ്ങനെ പറയുമ്പോഴത്തേക്ക് അശ്വതിയെ കുറിച്ച് എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് എന്തെങ്കിലും അശ്വതിയെ കുറിച്ച് ഞാൻ പറയണ്ടേ? എനിക്ക് അശ്വതിയുടെ മുടി, ആ മുടി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എടാ അത് ചിന്തയിലിട്ട പൊടി. അത് അവിടെ മുടി ഉണ്ടെങ്കിൽ നിനക്കെന്താണ് അത് പറിച്ചു കളാത്? ആ ചിന്തയിലിട്ട പൊടി ചുരുട്ടി വെച്ചേക്കണം വെറുതെ. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഇയാള് പണിയാൻ വന്നല്ല, നമുക്ക് പണി തരാൻ വന്നാന്ന് തോന്നുന്നു. ആ ഓ ഇങ്ങ് വന്ന്. ആ എവിടെ വീട്? ആ ജംഗ്ഷന്റെ അപ്പുറത്തെ പാലയില്ലേ, പാലത്തിന് താഴെ പച്ച പെയിന്റ് അടിച്ചു. പച്ച paint അടിച്ചു. കൺഫ്യൂഷൻ ആണ്. എവിടുന്നാ കിട്ടാന്ന് അറിയാം. എടാ പിന്നെ ചേട്ടൻ പട്ടാളത്തിൽ നിന്ന് വന്നാടാ. അടുത്ത ആഴ്ച വരും. ആ വരുമ്പോ ഇനി അതിനെ കൂടെ കൊള്ളണമല്ലോ നീ. ഇതെന്താ കേസ്? ഇത് ഒന്നുമില്ല, ഇത് വേറെ സംഭവം. ഓരോ വീട്ടിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കാര്യമാക്കണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യ്, താൻ ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ മാന്യമായിട്ട് ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. നേരെ അങ്ങോട്ട് പോയിക്കോ. പോകട്ടെ. ചെല്ലേ. ആ ശരി. അതെ വന്നേ, തിരിഞ്ഞേ.
എന്തായിട്ട് എന്നെ തല്ലിയത്? അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ മെയിൻ്റെനൻസ് വരില്ലേ, അടുത്ത ആഴ്ച സ്ഥലത്തുണ്ടാവൂല, അപ്പൊ തരാൻ പറ്റിയില്ല. അഡ്വാൻസ് അല്ല, കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തന്നാണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പണി എന്തെങ്കിലും കാര്യം ഇപ്പോഴും അഡ്വാൻസ് തന്നേക്ക്. മോളെ വേറെ അഡ്വാൻസ് വേണ്ട. ഓക്കെ, കൊച്ചിന്റെ കയ്യിൽ നിന്ന് വരെ മേടിക്കാൻ തയ്യാറാ. വിളിച്ചു വരുത്തി അടിക്കരുത് പ്ലീസ്. ചെരുപ്പ് രണ്ടെണ്ണം വേറെ ഉണ്ടാവുമോ? ഓ മിണ്ടാതില്ല. അപ്പോ നമ്മൾ വീണ്ടും ചില ആളുകളുടെ മനസ്സിലൊരു പുറത്തു കൊണ്ടുവരാൻ പോവാ. പ്രേമ അത് എന്റെ ആവല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കക്ഷി നമ്മുടെ ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മിസ്റ്റർ നിപിൻ നിരാവത്ത്. അദ്ദേഹം ഒരു മൈൻഡ് റീഡർ ആണ്, ഒരു സൈക്കോളജിക്കൽ എന്റർടൈനർ ആണ്. ആളെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോ വെൽക്കം ടു ദി ഷോ. നമ്മുടെ മനസ്സിലിരിക്കുന്നത് വായിച്ചെടുക്കാൻ വന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെ. ഇത് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു ആക്ട് എന്ന് വെച്ചാൽ ഒരു ബ്രെയിൻ ഗെയിം ആണ്. ബ്രെയിൻ ഗെയിം. സോ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ആക്ടാണ്. പേടിയായോ? ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിത് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് 4 പേരുടെ സഹായം മതി. മോള് എൻ്റെ പ്രോഗ്രാം കാണാനായിട്ട് അവിടെ ഇരിക്കണം. ഓക്കെ, നിങ്ങൾ 4 പേരും ഓഡിയൻസിൽ എനിക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുക. ഞാൻ ഓരോരുത്തരായിട്ട് സ്റ്റേജിലോട്ട് ക്ഷണിക്കാം. അതിനൊരു റൊട്ടേഷൻ ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം സ്റ്റേജിൽ നിന്ന് ഒഴിഞ്ഞു തരണം. അത്രയാണ് മലയാളത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ശരി, അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ബ്രെയിൻ ഗെയിമാണ്. ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഞാൻ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഒരു പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ നടക്കുന്നത്. ഓക്കെ, എനിക്ക് വേണ്ടത്, ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ട്. സി, ഇത് ബോൾ പോലെ ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഓഡിയൻസിലേക്ക് ത്രോ ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ക്യാച്ച് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ, ആങ്കേഴ്സൊക്കെ നമുക്ക് ഇവിടെ സദസ്സിൽ നിങ്ങളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൽ ആരെ വേണം ഈ ചെയറിലേക്ക് വരാനായിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരാളെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇത് ത്രോ ചെയ്യാം. ഫസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യം ഓഡിയൻസിലേക്ക് ഞാൻ ത്രോ ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ ക്യാച്ച് ചെയ്യാം. ക്യാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന 4 ഗസ്റ്റുകളിൽ ആരെയോ ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹിയർ ഗോസ്. ഓക്കെ, അത് കയ്യിലെടുത്തിട്ട് ഒന്ന് ബാക്കിലേക്ക് ത്രോ ചെയ്യാം. ബാക്കിലേക്ക് ത്രോ ചെയ്യാം. ആ ബോൾ കിട്ടിയ ആൾ എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിൽ ആരെ ചൂസ് ചെയ്യാം? പാഷാണം. ഓക്കെ, വരുന്നതിന് മുമ്പ് ഒരു കാര്യം. ഡെക്ക് കാർഡ്സിനെ കുറിച്ച് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഡെക്ക് ഓഫ് കാർഡ്സിനെ കുറിച്ച് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ സിമ്പിൾ ഹാർട്ട് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്, സ്പേസ് ഉണ്ട്. ഓക്കെ, അബ്സല്യൂട്ട്ലി ഫ്രീ ചോയ്സ്. ഏത് സിമ്പിൾ ചൂസ് ചെയ്യും? ക്ലാവർ. ക്ലാവർ. ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ മൈൻഡ്? നോ. ക്ലാവർ. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ഇവിടെ 4 ചെയർസ് കാണാം. 4 നിറങ്ങളിലുള്ള ഡോട്ട്സ് ഇട്ടിരിക്കുന്ന ചെയർ കാണാം. ഇതിൽ ഏത് ചെയർ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു? യെല്ലോ. യെല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ബോൾ ഞാൻ ഓഡിയൻസിൽ ത്രോ ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ ക്യാച്ച് ചെയ്യുക. ദെൻ അഗെയിൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓ, മോൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓക്കെ, ഇതിൽ ആരെ ചൂസ് ചെയ്യുന്നു? 3 പേരിൽ സുബി. ഓക്കെ, ഒന്ന് എഴുന്നേൽക്കാം. ഓക്കെ, ഇവിടെ ക്ലബ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? പിക്ചർ കാർഡ്സ് ആണോ നമ്പർ കാർഡ്സ് ആണോ കൂടുതൽ ഇഷ്ടം? നമ്പർ കാർഡ്. ഏതെങ്കിലും ഒരു നമ്പർ പറയൂ. 8. ചേഞ്ച് ചെയ്യണോ? പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നോ. 8. നമ്പർ 8. ഓക്കെ, ദെൻ ഇതിൽ ഏത് ചെയർ ചൂസ് ചെയ്യുന്നു? ഗ്രീൻ. പ്ലീസ്. വീണ്ടും ഞാൻ ബോൾ ത്രോ ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ ക്യാച്ച് ചെയ്യാം. ഇനി 2 പേർക്കാണ് ഓപ്ഷൻ അല്ലേ? ഇതിൽ ആരെ ചൂസ് ചെയ്യുന്നു? സിനുവാം, പ്ലീസ്. ഇഷ്ടമുള്ള ചെയർ ഏതാണോ ചൂസ് ചെയ്യാം. ഇതിലാണ് ഇരിക്കാം. ആൻഡ് ഫൈനൽ ഒരു ബോൾ മാത്രമേ ഉള്ളത്. വെറുതെ ഒരു ബോൾ ഇത് കയ്യിലിരിക്കട്ടെ. ഓക്കെ, സ്റ്റേജിലേക്ക് വരാം. ആകെ കാലിയായിട്ടുള്ള ഒരു ചെയർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെല്ലാം സ്റ്റേജിൽ വന്നു കഴിഞ്ഞു. ഇനിയാണ് ആക്ടിവിറ്റി. ഞാൻ ആദ്യം പറഞ്ഞു ദ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് ഞാൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുള്ളൂ. അതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ 4
എൻവലപ്പുകളുണ്ട്. ഈ 4 എൻവലപ്പിനുള്ളിലും 4 ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഒന്ന് ഷഫിൾ ചെയ്യാം, ഇതിൻ്റെ ഓർഡർ ഒന്ന് ഡിസോർഡർ ചെയ്യാം. ഓക്കെ, ഒരു പോലീസ് ഓഫീസറിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് അതെല്ലാം ഷഫിൾ ചെയ്യുന്നത് അല്ലേ? ഗുഡ്. ഞാനിത് ഓരോരുത്തർക്കായിട്ട് തരാം. 1 2 3 ആൻഡ് 4 കയ്യിൽ പിടിക്കാം. ഓക്കെ, വളരെ ഫ്രീ ചോയ്സ് ആണ്, ഷഫിളിംഗ് ആണ് അല്ലേ? ഇനി അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ 4 ഡിഫറെൻറ്റ് ഹാറ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഏത് ഹാറ്റ് ചൂസ് ചെയ്യണം? ഈ കളർ ഹാറ്റ് ഉണ്ട്, ക്രിസ്മസ് ഹാറ്റ് ഉണ്ട്, ഒരു ചാർലി ചാപ്ലിൻ ഹാറ്റ് ഉണ്ട്, കളർ വിഗ് ഉണ്ട്. ക്രിസ്മസ് ഓക്കെ, സോ ഞാനിത് തലയിൽ ധരിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒരു ഫണ്ണി കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്ലിൻ ഹാറ്റ് ഉണ്ട്, ദെൻ കളർ വിഗ് ഉണ്ട്. വിച്ച് വൺ? This one? This one. Yeah. Thank you. And magic hat ഉണ്ട്, കളർ വിഗ് ഉണ്ട്, Magic hat. മാജിക് ഹാറ്റ്. ഓക്കെ, ദെൻ ഇത് ധരിച്ചോ, മാന്ത്രികനായി അല്ലേ? ഓക്കെ, ആൻഡ് കളർ വിഗ്. എനിക്ക് ചോയ്സ് ഇല്ലാത്ത കഷ്ടാട്ടോ. സംഭവം ഭംഗിയായി അല്ലേ? സംഭവം ഭംഗിയായി അല്ലേ? ഇതെല്ലാം അബ്സല്യൂട്ട്ലി നിങ്ങളുടെ ചോയ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആക്ച്വലി ഇത് നിങ്ങളുടെ ചോയ്സ് അല്ല. കാരണം ഈ എൻവലപ്പിനകത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, കയ്യിലിരിക്കട്ടെ. അതേപോലെ ഈ എൻവലപ്പിനുള്ളിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓരോരുത്തരും അവരുടെ കയ്യിലിരിക്കുന്ന എൻവലപ്പിലിരിക്കുന്ന ഇൻഫർമേഷൻസ് കയ്യിലെടുക്കാം. അതിൻ്റെ നമ്പേഴ്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ. 4 2 1 3. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് അവരവരുടെ സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ ഒന്ന് വന്ന് നിൽക്കുക. അവരവരുടെ സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ വന്ന് നിൽക്കുക. ഇത്ര നേരം സംഭവിച്ചത് എന്താണെന്ന് ആർക്കും ഒരു ഐഡിയയും ഇല്ല അല്ലേ? എന്തൊക്കെ കുറേ ആക്ടിവിറ്റികൾ നടന്നു എന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞു ദ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് 4 2 1 3. 4 2 1 3. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനകത്ത് എന്താണ് വലിയ അത്ഭുതം ഇരിക്കുന്നത് അല്ലേ? ഇതിൽ എൻ്റെ ഒരു ചെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ശരിക്കും ഈ 4 ചെയറിൽ ഒരെണ്ണം എൻ്റെയാണ്, മൈ ചെയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉള്ള പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? യാ, എന്താ എഴുതിയിരിക്കുന്നത്? You are sitting on my chair. ഓഡിയൻസ് ഒന്ന് കാണിച്ചേ. യു ആർ സിറ്റിംഗ് ഓൺ മൈ ചെയർ. വെയിറ്റ്, ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. നത്തിങ്. Nothing. My chair. See, interesting. ഇതിനാണ് അവനവൻ ഇരുന്ന കസേരയിൽ അവനവൻ ഇരുന്നില്ലെങ്കിൽ ഞാൻ കയറി ഇരിക്കുന്നു പറയുന്നത്. ഓ, അങ്ങനെയുണ്ടല്ലേ? സോ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാർഡിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ ചോദിച്ചിരുന്നു. നിങ്ങൾ വളരെ റാൻഡമായിട്ട് ഒരു കാർഡും അതിൻ്റെ സിമ്പിളും ഒക്കെ ചൂസ് ചെയ്തിരുന്നു. ബട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഈ പ്രഡിക്ഷൻ ഒന്ന് വായിക്കാമോ? ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന പ്രഡിക്ഷനാണ്. ഓഡിയൻസ് ഒന്ന് കണ്ടോട്ടെ. ജസ്റ്റ് വായിക്കാം. The number in the hand will be 1. 1. Who is sitting in my chair and the cap on his head will be black color wig. ഓക്കെ, ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. മൈ ചെയറിലിരിക്കുന്ന പേഴ്സൺ ധരിച്ചിരിക്കുന്ന ഹെയറിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. കറക്റ്റ്? ഓക്കെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ബോൾസ് വെച്ച് ബാക്കി എല്ലാം ഡ്രോപ്പ് ചെയ്യാം, താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം. ദെൻ എല്ലാവരും സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് വരിക. അതേ പൊസിഷനിൽ തന്നെ വരിക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൻ്റെ കളറിനനുസരിച്ചിട്ട് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് നിൽക്കാം. കയ്യിലിരിക്കുന്ന പേപ്പർ മെല്ലെ ഓപ്പൺ ചെയ്യാം. You will choose 8 of claps. You will choose 8 of claps. Thank you. അപ്പൊ എന്തായാലും നമുക്ക് ഇനി
നമ്മുടെ ഈ വേദിയിലേക്ക് വിളിക്കേണ്ട ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. ഒരു ചിത്രം എന്ന് പറയുന്ന ചിത്രത്തിന്റെ കപ്പിത്താനെ കൂടാതെ പൂർത്തിയാവില്ല. അപ്പൊ ചിത്രത്തിന്റെ സംവിധായകൻ, പുതിയ നിയമം എന്ന മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ AK സാജൻ. അങ്ങനെ മറ്റൊരു ഹിറ്റ് ചിത്രം കൂടി മലയാളത്തിന് സമ്മാനിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ AK സാജൻ. സർ പറയൂ, പുതിയ നിയമം എന്നുള്ള ഒരു ചിത്രം മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരു മമ്മൂക്ക ചിത്രം, അതിലുപരി നല്ലൊരു കുടുംബ ചിത്രം, നല്ലൊരു ത്രില്ലർ, അങ്ങനെയുള്ള ഒരുപാട് ടൈറ്റിലുകൾ കിട്ടി, ഒരുപാട് നല്ല റിവ്യൂസ് നമ്മളിങ്ങനെ കണ്ടു, ഒരുപാട് പ്രേക്ഷകർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ ഇനിയും കാണാത്ത പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പുതിയ നിയമത്തിൽ നിന്ന്? കാണാത്ത പ്രേക്ഷകരോട് ചിത്രം തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുടുംബം എന്ന് പറയുന്നത് ഓരോ ലോകത്തെ എവിടെയൊക്കെ ജീവിച്ചാലും ഒരു മനുഷ്യൻ സമൂഹവുമായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കുടുംബം തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു അവിവാഹിതനായി ജീവിക്കുന്നവരും അയാളുടെ ഉള്ളൊരു കുടുംബം ഉണ്ടാവും, ഒരു ബ്രഹ്മചാരിയുടെ ഉള്ളിൽ ഒരു കുടുംബം ഉണ്ടാവും. അതിനിപ്പോൾ കല്യാണം കഴിക്കണമെന്നോ കുട്ടികളുണ്ടാവണമെന്നൊന്നുമില്ല. കുടുംബത്തിൻ്റെ ചിന്ത സമൂഹത്തിന് വളരെ ആവശ്യമാണ്. കുടുംബത്തിൻ്റെ ചിന്ത, അതിൻ്റെ ഭദ്രത, അതിനെ പോർലേൽപ്പിക്കുന്ന എന്തു സംഭവം നമ്മൾ നേരിടുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിന്ന് അതിനെ ഫേസ് ചെയ്യേണ്ടത് ഭർത്താവ് തന്നെയാണ്, ഗൃഹനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥൻ. അതുപോലെ എനിക്ക് ഈ സിനിമയിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നയൻതാരയ്ക്ക് കൊടുത്ത പേര് വാസുകി. വാസുകി അതൊരു സ്ട്രോങ് നെയിം, ഭയങ്കര നല്ല എന്താണ് ശരിക്കും സാറിന്റെ എൻ്റെ എല്ലാ കഥകളിലെയും പേരുകൾ ഇതുപോലെ ഇപ്പം ചിന്താമണിയിലാണെങ്കിൽ ലാൽകൃഷ്ണ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകളിൽ ഞാൻ അത് വേറൊന്നുമല്ല, ഒരു പേര് കൊണ്ട് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പം. സാധാരണ ഒരു പേര് നമ്മൾ കേൾക്കുന്നേക്കാളും ഒരു റയർ ആയിട്ട് എപ്പോഴും കേൾക്കാത്ത വാസുകി എന്നുള്ളത് മലയാളി സാധാരണ ഇടുന്ന പേരല്ല, പക്ഷെ തമിഴ് ബ്രാഹ്മിൺസ് എപ്പോഴും കോമൺ ആയിട്ട് ഇടുന്ന പേരാണ് വാസുകി. അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അതുപോലെ മലയാളി എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു താര ജോഡിയാണ് മമ്മൂക്ക നയൻതാര. ആ ഒരു കൂട്ടുകെട്ട്, അവരുടെ മകളായിട്ട് നമുക്ക് ഒരു സുന്ദരി കുട്ടിയെ കൂടി കിട്ടി, അനന്യ. ഒപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജീനാഭായ് IPS എന്നുള്ള ക്യാരക്ടർ ചെയ്ത നമ്മുടെ ഷീലു ചേച്ചി. അങ്ങനെ നല്ലൊരു താരനിര, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥ. അത് സിനിമ മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. പുതിയ നിയമം മലയാള സിനിമയുടെ തന്നെ മറ്റൊരു നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവി. സോ സൂപ്പർ ഹിറ്റ് ആയിട്ട് ചിത്രം ഇനിയും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടർന്ന് ഒരുപാട് ദിവസങ്ങൾ, ഇനി ഒരുപാട് സക്സസ് സെലിബ്രേഷൻസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ സാറിനും സാറിൻ്റെ ഫുൾ ടീമിനും കോമഡി സൂപ്പർ നൈറ്റിൻ്റെയും ഫ്ലവേഴ്സ് TVയുടെയും പിന്നെ നമ്മുടെ എല്ലാവരുടെയും വക എല്ലാവിധ വിജയാശംസകളും. കോമഡി സൂപ്പർ നൈറ്റിന്റെ മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇത് അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഡോണ്ട് മിസ് ഇറ്റ്. ബൈ.